أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب دمن بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. പ്രിയപ്പെട്ടവരെ, ബഹുമാനികളെ, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ-അർബഈൻ, കിതാബുൽ അർബഈൻ, അതിന്റെ രണ്ടാമത്തെ ഹദീസ്, അൽ ഹദീസു സാനി, ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. എന്താണ് ഇസ്ലാം? ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈമാൻ? ഈമാൻ കാര്യങ്ങൾ എന്താണ്? എന്താണ് ഇഹ്സാൻ? എങ്ങനെയാണ് ഇഹ്സാൻ? നമ്മൾ സാധാരണ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാൻ എന്ന കിതാബിലും, അതായത് മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ കിതാബുൽ ഈമാൻ, ഈമാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്താണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. തുർമുദി ഇമാമും അങ്ങനെ തന്നെയാണ്. അബൂദാവൂദ് കിതാബുസ് സുന്ന, അതിലെ ബാബുൽ ഖദ്റിലാണ് ഇത് കൊണ്ടുവന്നത്. നസായി ഇമാമും കിതാബുൽ ഈമാനിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നിട്ട് ആ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നതിനെ കുറിച്ചുള്ള ആ ഒരു സംഭാഷണമാണ് ഈ ഹദീസിന്റെ ഉള്ളടക്കം. ഹദീസുകൾ ആഹാദായ ഹദീസുകളുണ്ട്, മുതവാത്തിറായ ഹദീസുകളുണ്ട്. നമ്മള് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിനെ കുറിച്ച് പറഞ്ഞു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അവരിൽ നിന്ന് കേട്ടത് ഒരാള്, അവരിൽ നിന്ന് കേട്ടത് ഒരാള്, അവരിൽ നിന്ന് കേട്ടത് ഒരാള്. എന്നാൽ ഈ ഹദീസ് മുതവാത്തിറായ ഹദീസാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും, ഇപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വഹാബികൾ തന്നെ ധാരാളം ആളുകളുണ്ട്. ഉദാഹരണം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ആമിർ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഈ ഹദീസ് അനിഷേധ്യമാം വിധം അത്രയും പരന്ന പരമ്പരയിലൂടെ ഓരോ സ്വഹാബികളുടെ തൊബഖയിലും അതിനുശേഷമുള്ള താബീങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഓരോ ഘട്ടങ്ങളിലും ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അങ്ങനെ ചെയ്തു എന്നത് ഈ ഹദീസിന്റെ മഹാത്മ്യത്തെ അറിയിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ മഹത്വം മനസ്സിലാക്കാൻ മഹാനായ ഇബ്നു ദഖീഖ് അൽ അയ്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഹദാ ഹദീസുൻ അളീമുൻ ഇസ്തമല അലാ ജമീഇ വളായിഫിൽ അഅ്മാലിൽ ളാഹിറ വൽ ബാത്തിന. ഇതൊരു വമ്പിച്ച ഹദീസാണ്, മഹത്തായ ഹദീസാണ്. കാരണം നമ്മുടെ
ബാഹ്യവും ആന്തരികവുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോമ്പ് നിസ്കാരം പോലെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഈമാൻ കാര്യങ്ങളെല്ലാം, അതുപോലെ ഖൽബിന്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു മഹത്തായ ഹദീസ്. നമ്മുടെ ശരീഅത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഹദീസിലേക്ക് മടങ്ങുന്നുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും ആ തിരുസുന്നത്തിന്റെ ഇൽമുസുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതായ ഹദീസാണിത്. അപ്പൊ ശരിക്ക് തിരു സുന്നത്തിന് ഒരു മാതാവിനെ പോലെയാണ്. ഇതുപോലെ നമ്മൾ സാധാരണ ഫാത്തിഹയെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാറ്? ഖുർആനിൽ 4 വേദഗ്രന്ഥങ്ങളിലുള്ളതും 3 വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിലുള്ളതെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് പറയാറുണ്ട്. അത് സമർത്ഥിക്കാനും കഴിയും. എന്നതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലുള്ളതെല്ലാം, വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം അതിലുണ്ട്, എല്ലാറ്റിലേക്കും സൂചനയുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതൊക്കെ വളരെ വിശാലമായി വിശദമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്നാണ് ശരിക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര്. എന്നതുപോലെ ഉമ്മുൽ അൽ ഉമ്മുൽ സുന്ന, ഉമ്മുൽ ഹദീസ് എന്നൊക്കെ പറയാം ഈ ഹദീസിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ച ബാഹ്യവും ആന്തരികവുമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ശരീഅത്ത്, ദീന്, ആ ദീനിന്റെ അവിഭാജ്യ ഘടകങ്ങളെ മുഴുവൻ, പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണ് ഇത്. ഉമ്മുൽ ഹദീസ്, ഉമ്മുസുന്ന എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. അൻ ഉമറ റളിയല്ലാഹു അൻഹു അയ്ളൻ. വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള നിവേദനമാണ്. ഈ ഹദീസും മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഖാല, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നേരത്തെ നമ്മൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈനമ ഇടയിൽ, അവിടെ മാസായിദയാണ്. നഹ്നു ഞങ്ങൾ, ജുലൂസുൻ ഇരിക്കുകയാണ്, ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമക്ഷത്തിൽ, അവിടുത്തെ ചാരത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. ദാത്ത യൗമിൻ, ഒരു ദിവസം. ഇത് പെട്ടെന്ന്, ആ സന്ദർഭത്തിൽ, ത്വലഅ അലൈന, ഞങ്ങൾക്കുമേൽ വെളിവായി, ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു, റജുലുൻ, ഒരാൾ, ശദീദു ബയാദ് സിയാബ്, വസ്ത്രത്തിന്റെ വെളുപ്പ് നന്നായുണ്ട്, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. ശദീദു സവാദി ശഅർ, അതുപോലെ നല്ല കറുപ്പുള്ള മുടിയുള്ള ഒരാൾ. അപ്പോ കാണാൻ നല്ല ചന്തമായിരിക്കും. വെളുത്ത വസ്ത്രം, നല്ല വെളുപ്പുണ്ട്, മുടിക്ക് നല്ല കറുപ്പുണ്ട്. ലാ യുറാ അലൈഹി അസറുസ് സഫർ, യാത്രയുടെ ഒരു ലക്ഷണവും അദ്ദേഹത്തിന്റെ മേൽ കാണപ്പെടുന്നില്ല. ലാ നറ, ഞങ്ങൾ കാണുന്നില്ല എന്നല്ല പറഞ്ഞത്. ലാ യുറാ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ കാണപ്പെടുകയില്ല, അതായത് ആര് നോക്കിയാലും കാണൂല. അസറുസ് സഫരി, യാത്രയുടെ അടയാളം, യാത്രന്റെ ഒരു ലക്ഷണവും. അപ്പോ ഇദ്ദേഹത്തെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല. അപ്പൊ സ്വാഭാവികമായും വേറെ ഏതോ നാട്ടിൽ നിന്ന് വരുന്ന ആളാവണം. പക്ഷേ യാത്രന്റെ ഒരു അടയാളമില്ല. നല്ല പ്യൂർ വൈറ്റ് ഡ്രസ്സ്, നല്ല കറുത്ത മുടി,
വസ്ത്രം അത്രയും നീറ്റാണ്. ഒരു മജ്ലിസിലേക്ക് വരാൻ പറ്റിയ കോലം, അന്ത്യപ്രവാചകരിലേക്ക് അതവോടുകൂടെ വരുന്ന ഒരാളുടെ വരവാണ്. ആ ഇൽമിന്റെ മജ്ലിസിലേക്ക് വരാൻ പറ്റിയ വരവാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അത്രയും വൃത്തിയുള്ള വിധത്തിൽ. എന്നാലോ വലാ യഅരിഫുഹു മിന്ന അഹദ്, ഇത്രയും ക്ലീനായി ഈ നാട്ടുകാർക്ക് വരാൻ കഴിയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും വലാ യഅരിഫുഹു, അദ്ദേഹത്തെ അറിയില്ല. മിന്ന, ഞങ്ങളിൽ നിന്ന് അഹദ്, ഒരാളും അറിയില്ല. ഞങ്ങളിൽപ്പെട്ട ഒരാൾക്കും അദ്ദേഹം ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അങ്ങനെ ജലസ, ആ വന്ന ആൾ ഇരുന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഫഅസ്നദ, അദ്ദേഹം ചേർത്തി വെച്ചു. റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ, ഇത് ജിബ്രീലാന്ന് ആർക്കും അറിയില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ആ വന്ന ആളുടെ ഇരു മുട്ടുകൾ ചേർത്തി വെച്ചു. ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മുട്ടുകളിലേക്ക്. അപ്പൊ ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തഹയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അതുപോലെ ആ മുട്ടുകൾ ചേർത്തി വെച്ചങ്ങിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടു മുൻകൈകൾ അദ്ദേഹം വെച്ചു. അലാ ഫഖിദൈഹി, ഫഖിദ് എന്ന് പറഞ്ഞാൽ തുട. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രണ്ടു തുടക്കുമേൽ തന്റെ രണ്ട് കൈകൾ വെച്ചു. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രണ്ട് മുൻകൈകളെ വെച്ചു. അലാ ഫഖിദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് തുടയുടെ മേൽ. അപ്പൊ അത്രയും ചേർന്നിരുന്നിട്ട് രണ്ട് കൈയും അങ്ങോട്ട് വെച്ചു എന്ന് അങ്ങനെ അഭിപ്രായവും, അല്ലെങ്കിൽ അങ്ങനെ വമീർ മടക്കിയതും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെയും വമീർ മടക്കാം. പക്ഷേ അത് കൂടുതൽ അദബായി തോന്നുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രണ്ട് കൈകളെ തന്റെ രണ്ട് തുടമ്മൽ വെച്ചു എന്ന് പറയൽ തന്നെയാണ്. അർബഈന ഹദീസിന്റെ ഒരു ശർഹിൽ ഇങ്ങനെ കാണാം, ഫഖദൈ നഫ്സിഹി, ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് കൈകളെ വെച്ചു തന്റെ രണ്ട് ഫഖദുമൽ, കഹൈഅത്തിൽ മുതഅദ്ദിബി, നല്ല അദബുള്ള ഒരാളുടെ രൂപത്തിൽ. എന്നാൽ നസായിയുടെ, ഇമാം നസായി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന റിപ്പോർട്ടിലുള്ളത് ഫവദഅ യദൈഹി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രണ്ട് കൈകളെ വെച്ചു അലാ റുക്ബതൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മുട്ടുമ്മൽ വെച്ചു. അങ്ങനെയാണ് കാണുന്നത്. എന്നിട്ട് പറയണ റിവായത്തുൽ ഊല, ആദ്യത്തെ റിപ്പോർട്ട് അസ്വഹു, അതാണ് ഏറ്റവും പ്രബലം, വ അഷ്ഹറു, ഏറ്റവും പ്രസിദ്ധം. ഇത് നമ്മൾ ഈ അർബഈനിൽ വായിച്ചില്ലേ, വവദഅ കഫൈഹി അലാ ഫഖിദൈഹി എന്നുള്ളത്. അപ്പോ മറ്റൊരാളുടെ സമ്മതമുണ്ടെങ്കിൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുണ്ട് എന്ന് മനസ്സിലായാൽ അതോടുകൂടെ അവിടുത്തെ ശരീരത്തിൽ കൈവെക്കുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ കൈവച്ചു. എന്നിട്ട് വഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ. അപ്പോ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ വിളിക്കാറുള്ളത് കാട്ടറബികളാണ്. അതായത് ബാദിയത്തിൽ താമസിക്കുന്ന, ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന, നാട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ആ ഒരു സംസ്കാരവും രീതിയും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇടപഴകിയിട്ടുള്ള ആ ഒരു സംസ്കാരമൊന്നും പരിചയിച്ചിട്ടില്ലാത്ത ആളുകൾ സാധാരണ അവര് അങ്ങനെ പേരെടുത്തൊക്കെ വിളിക്കും. എത്രയോ ഹദീസുകളിൽ അറാബികൾ, ഈ കാട്ടറബികളായ ആളുകൾ വരികയും, ബദുക്കൾ അവരിൽപ്പെട്ടവർ വരികയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിച്ചപ്പോൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഓ സൗതക്,
സൗണ്ട് കുറച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശരിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിക്കരുത് എന്നാണ്. ലാ തജഅലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദ. നമ്മൾ സാധാരണ യാ ബഷീർ അല്ലെങ്കിൽ യാ അബ്ദല്ലാഹ് എന്നൊക്കെ നമ്മൾ പേര്, യാ ഫാത്തിമ, യാ ആയിഷ എന്ന് പേര് വിളിക്കുന്നത് പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കരുത് എന്നാണ് ഖുർആനിന്റെ ശാസന. അപ്പൊ നമുക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടാവും, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിളിച്ചത്? അതിന് പല മറുപടികളും പറയാം. ഒന്ന്, നമ്മുടെ ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാധകമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന ഈ നിയമം ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാധകമല്ല. അങ്ങനെ പറയാം. അത് നമ്മൾ മനുഷ്യർ, ജിന്നുകൾ, ഇങ്ങനെ നമ്മൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ ബാധകമാകും. ഒന്ന്. രണ്ടാമത്തെ ഒരു മറുപടി, യാ മുഹമ്മദ് എന്നതിന് അതിനൊരു ഉൾപ്പൊരുളുണ്ട്. ഓ സ്തുതിക്കപ്പെട്ടവരെ, ഓ പുകഴ്ത്തപ്പെട്ടവരെ എന്നാണല്ലോ അതിന്റെ ഉള്ളിലുള്ള ഒരാശയം. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരാൾ മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ അയാൾ ചിലപ്പോൾ എന്തെല്ലാം തോന്നിയാസം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒറ്റ നിസ്കരിക്കുന്നുണ്ടാവില്ല, പേര് മുഹമ്മദ് എന്നായിരിക്കും. വാഴ്ത്തപ്പെട്ടവരെ, സ്തുതിക്കപ്പെട്ടവരെ, അയാളെ വിളിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കാനല്ല. ഒരു ചൊറുക്കില്ലാത്ത ആൾക്ക് സുന്ദരൻ എന്ന് പേര് വെച്ചതുപോലെ അയാൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു, നന്നാവാൻ വേണ്ടി വെച്ചതാണ് മുഹമ്മദ് എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേരില്ലെങ്കിലും മുഹമ്മദാണ്. അതായത് കൂടുതലായി വാഴ്ത്തപ്പെടേണ്ട ആൾ, കൂടുതലായി പ്രശംസിക്കപ്പെടേണ്ട ആൾ. കാരണം സ്വാഹിബുൽ കമാലി വൻ നവാലി വൽ ജമാലി വൽ വിസ്വാൽ, എല്ലാ സമ്പൂർണതയും ഒത്തിണങ്ങിയ, എന്തുകൊണ്ടും വാഴ്ത്തപ്പെടാൻ പറ്റുന്ന ആൾ, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മറ്റൊരു കാരണം, ഒരുപക്ഷെ അങ്ങനെ വിളിക്കരുത് എന്ന നിയമം ഇറങ്ങുന്നതിന് മുമ്പായിരിക്കാം. അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വിളിക്കരുത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെടുത്ത് വിളിക്കരുത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് യാ അയ്യുഹൻ നബിയ്യു, ഓ നുബുവത്ത് ലഭിച്ചവരെ. മദ്ഹാണ്, മൗലിദാണത്. അങ്ങനെയൊക്കെയാണ് വിളിച്ചത്, അല്ലാതെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ യാ മൂസ, യാ ഈസ, യാ നൂഹ്, യാ ആദം, ഇങ്ങനെയൊക്കെ മറ്റുള്ള നബിമാരെ പേരെടുത്തിട്ടാണ് വിളിച്ചത്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കരുത് എന്ന നിയമം ഒരുപക്ഷെ ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് പ്രസന്നനായിട്ടാണ് മഹാനവറുകൾ വന്നത്. യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം 600 ചിറകുള്ള ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം അങ്ങനെയാണ്. അപ്പോ ആ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്നത് സൗന്ദര്യ സ്വരൂപനായ ഒരു പുരുഷന്റെ രൂപത്തിലാണ്. ഒരു വേഷ പ്രച്ഛന്നത അവിടെ കാണുന്നുണ്ട്, ഒരു വേഷ പകർച്ച അവിടെ കാണുന്നുണ്ട്. മഹാനവറുകളുടെ വേഷത്തിൽ മലക്കിന്റെ രൂപത്തിലല്ല, മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്. അപ്പൊ ഈ വിളിയിലും അങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് ഒരിക്കലും ബോധ്യപ്പെടരുത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സദസ്സിന്റെ ചിത്രം മാറും. ജിബ്രീലിനെ കാണുമെന്ന് പറഞ്ഞാൽ അപ്പൊ ആർക്കും ബോധ്യപ്പെടരുത്. അപ്പൊ സാധാരണ ഒരു വധുക്കളിൽപ്പെട്ട ഒരാൾ വന്ന്, പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് തീർത്തും ഒരു അത്ഭുതം ഉണ്ടാകും. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വേഷം മാറി വന്നതുപോലെ ആർക്കും തിരിയാതിരിക്കാൻ വേണ്ടി
ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായി ഒരു കാട്ടറബിയെ പോലെ മഹാനവറുകൾ അഭിസംബോധന ചെയ്തു, യാ മുഹമ്മദ്. ഇനി അഞ്ചാമതായി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ എല്ലാ കാരണവും കൂടെ നമുക്ക് ചേർത്തി വെക്കാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കാം, വിളിക്കരുത് എന്നൊരു നിയമം വന്നിട്ടില്ലായിരിക്കാം, അവർക്ക് ഈ നിയമം ബാധകമല്ല. അതുപോലെ ഓ വാഴ്ത്തപ്പെട്ടവരെ എന്ന ഒരു ആശയം മഹാനവറുകൾ ഉള്ളിൽ ഉദ്ദേശിച്ചിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല കാരണങ്ങളും നമുക്ക് അവിടെ പറയാൻ കഴിയും. അപ്പൊ ഇതിലേതോ ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളെ കൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അഭിസംബോധന ചെയ്തത്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്. അങ്ങനെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ പ്രിയപ്പെട്ടവരെ, അഖ്ബിർനി അനിൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, അൽ ഇസ്ലാം, ഇസ്ലാം അൻ തശ്ഹദ, നിങ്ങൾ സാക്ഷ്യം വഹിക്കലാണ്, ഷഹാദത്ത് വേണം. എന്ത്? അൻ, തീർച്ചയായും കാര്യം, ലാ ഇലാഹ, ആരാധ്യനായി ഇല്ലേ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി, അല്ലാഹു അയച്ച ദൂതരാണ്. ഈ ഷഹാദത്ത് ഒന്ന്. വ തുഖീമസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വ തുഅ്തിയസ് സകാ, സകാത്തിനെ കൊടുക്കുകയും വേണം. വ തസൂമ റമളാന, റമളാൻ മാസം നിങ്ങൾ നോമ്പെടുക്കുകയും വേണം. വ തഹജ്ജൽ ബൈത്ത്, കഅബം ലക്ഷ്യം വെക്കണം, കഅബാലയത്തിങ്കൽ ചെന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഇനി ഇസ്തതഅത ഇലൈഹി സബീല, അതിലേക്ക് നിങ്ങൾക്ക് സാധ്യമായി കഴിഞ്ഞാൽ, അതിനുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ ഒക്കുമ്പോൾ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഇത് കേട്ടപ്പോ ഇസ്ലാം എന്താണെന്ന് ചോദിച്ച ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി, ഖാല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സ്വദഖത, കറക്റ്റ്, സ്വദഖത, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ സ്വഹാബികൾ അന്തം വിടുകയാണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾ അറാബികൾ വിളിക്കുന്നത് പോലെ യാ മുഹമ്മദ് എന്ന വിളി, എന്നിട്ട് കാര്യമായ ഒരു വിഷയം പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. സാഗൂതം അത് ശ്രദ്ധിച്ചു. അപ്പോ ഒരു അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരാളെ പോലെയാണ് അപ്പോൾ. എന്നാൽ അതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കറക്റ്റ്, ഉഷാറായിട്ടുണ്ട്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് മഹാനവറുകൾ അത് സൈൻ ചെയ്യുകയാണ്, സമ്മതിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പരസ്യമായി മഹാനവറുകൾ പ്രസ്താവിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു, അതാ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് മഹാന്മാരായ സ്വഹാബികൾ പറയുന്നു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ അന്തം വിട്ടുപോയി, ആശ്ചര്യപ്പെട്ടു പോയി. കാരണം യസ്അലുഹു, അദ്ദേഹം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും വയുസദ്ദിഖുഹു, എന്നിട്ട് മുത്തുനബിയെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ വാസ്തവമാക്കുകയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ ചോദ്യം ചോദിക്കുന്ന ആള് ചോദ്യം കേട്ടാൽ ഒരു അറിയാൻ വേണ്ടി ചോദിക്കുന്നത് പോലെ, പരിചയമില്ലാത്തത് പോലെ ചോദിക്കുന്നത് പോലെ. പിന്നെ മറുപടി പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവിനോട് പറയാണ്, നിങ്ങളാ പറഞ്ഞത് ശരിയാണ്. അപ്പം ഇദ്ദേഹം അറിവില്ലാത്ത ആളാണോ അറിവുള്ള ആളാണോ? ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു വല്ലാത്ത തരം ഇന്റർവ്യൂ ആണ്. അദബുള്ള ഒരു മുതഅല്ലിമിന്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അച്ചടക്കത്തോടുകൂടെയാണ് ഇരുത്തം, അങ്ങനെയാണ് ചോദ്യം. പക്ഷെ അതിന്റെ അവസാനം വരുന്നത് അദ്ദേഹം തന്നെ തസ്ദീഖ് ചെയ്യുകയാണ്, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. നമ്മൾ വായിച്ചത് വരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഒരു സഭയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ
നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, അതുപോലെ നല്ല നല്ല സുഗന്ധം, അങ്ങനെയൊക്കെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്, ഇൽമിന്റെ മജ്ലിസിലേക്ക് വരേണ്ടത്. സഹോദരിമാരാണെങ്കിൽ അവർ പുറത്തു പോകുമ്പം അവര് അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ പോകൽ ഹറാമാണ്. അതിനും പുറമെ അപ്പോ എങ്ങനെ മജ്ലിസിലേക്ക് ചെല്ലണം, ആ മജ്ലിസിൽ ചെന്നിട്ട് എങ്ങനെ ഇരിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ഇരുത്തം കണ്ടില്ലേ, എങ്ങനെ ഇരിക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചത് ഇസ്ലാമിനെ കുറിച്ചാണ്. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഷാർത്ഥം ഉണ്ടാവുമല്ലോ. ആ ഇസ്ലാം എന്ന വേർഡിന് ഇസ്ലാം എന്ന വേർഡിന്റെ അർത്ഥം വഴിപ്പെടുക, അനുസരിക്കുക എന്നൊക്കെയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന ആള് എന്നാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിയാദ് വൽ ഇസ്തിസ്ലാം ലില്ലാഹി തആല, അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിനെ വഴിപ്പെടുക. എന്നാൽ ശറഇല് നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ ദീനില് മതപരമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു 5 കാര്യത്തിന്റെ മേലിൽ നിലനിൽക്കുന്ന ഒന്നാണ്. 5 തൂണുകളുടെ മേലിൽ നിലനിൽക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. ഏതാണ്? 1 ഷഹാദത്ത് കലിമ, 2 നിസ്കാരം നിലനിർത്തുക, 3 നമ്മള് അതുപോലെ സക്കാത്ത് കൊടുക്കുക, 4 നോമ്പ് നോൽക്കുക, 5 ഹജ്ജ് ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുമ്പോഴാണ് ഇസ്ലാം ആവുന്നത്. ഇതാണ് ഇസ്ലാം. അപ്പൊ നമ്മൾ അല്ലാഹു തആല പറഞ്ഞത് അനുസരിക്കും എന്നൊരു മാനസികാവസ്ഥ മാത്രം ഉണ്ടായാൽ പോരാ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളെ നോക്കുന്നുണ്ട്, ഭർത്താവിനെ അനുസരിക്കുന്നുണ്ട്, ഇത് മാത്രം പോരാ. ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, അടിത്തറ 5 ആണ്. അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് 5 എണ്ണമാണ്. ഈ പറഞ്ഞ 5 എണ്ണവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയാനേ പാടില്ല. അവനാണ് യഥാർത്ഥ മുസ്ലിം. ആദ്യമേ മുസ്ലിമായ ഒരാള് പ്രായപൂർത്തിയായാൽ പിന്നെ ഷഹാദത്ത് കലിമ പുതുക്കേണ്ടതില്ല. കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരിപൂർണമായി ഇസ്ലാം ഉൾക്കൊണ്ട വ്യക്തിയാണ്. പിന്നെ ഷഹാദത്ത് കലിമ പുതുക്കേണ്ടതില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു ഭാഗമാണ്, വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് 2ാം ഭാഗമാണ്. ഇത് രണ്ടും മനസ്സിൽ ഉറപ്പിച്ച് വായ കൊണ്ട് വ്യക്തമാക്കി ഒരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് നമുക്ക് മുസ്ലിം എന്ന് പറയാം. അത് ജീവിതത്തിൽ ഒരിക്കൽ മതി. എന്നാൽ പിന്നെ പറഞ്ഞ നിസ്കാരം അത് ദിവസവും 5 നേരം വേണം. പിന്നെ പറഞ്ഞ സക്കാത്തിന് ആവശ്യമായ മിനിമം തുക നിസ്വാബ്, ആ നിസ്വാബ് നമ്മുടെ കയ്യിലെത്തി 1 കൊല്ലം തികഞ്ഞാൽ, ഹൗല് കാമിലായാൽ മാത്രമാണ് സക്കാത്ത് കൊടുത്തേണ്ടത്. ഇക്കൊല്ലം കൊടുത്തു എന്ന് കരുതിയിട്ട് അടുത്ത കൊല്ലം കൊടുക്കണമെന്നില്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇക്കൊല്ലം കൊടുത്തില്ല എന്ന് കരുതി അടുത്ത കൊല്ലം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ആ സമ്പത്തിന് കൊടുക്കേണ്ടുന്ന സക്കാത്ത്, അതുപോലെ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ സക്കാത്ത്, ഈ സക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമായ മറ്റൊന്നാണ്. അത് ശേഷിയുള്ളവരാണ് കൊടുക്കേണ്ടത്. നോമ്പും അതുപോലെ തന്നെ കഴിവുള്ള ആളുകൾ നോമ്പെടുക്കണം. എല്ലാ മുസ്ലിമും മുക്കല്ലഫുമായ ആൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. യാത്രയോ ശാരീരികമായ രോഗങ്ങളോ ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ ഉള്ളതാണ്. ഏതായാലും അത് വർഷത്തിൽ റമദാനിൽ മാത്രമാണുള്ളത്. കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ഹജ്ജും ഉംറയൊക്കെ ആവർത്തിക്കൽ വളരെ നല്ലതാണ്. ഇടക്കിടക്ക് ഉംറ ചെയ്യുക.
കഴിയുന്ന ആളുകൾ ഹജ്ജ് ആവർത്തിക്കുക. എന്നാൽ ജീവിതത്തിൽ ഒറ്റ ഉംറത്തുൽ ഇസ്ലാം, ഒറ്റ ഹജ്ജത്തുൽ ഇസ്ലാം, അത് മാത്രമാണ് ഒരാൾക്ക് നിർബന്ധമുള്ളത്. ഇന്ന് പലരും ഉംറക്ക് പോയി, ഒന്നും രണ്ടും പ്രാവശ്യം ഉംറക്ക് പോയി ഹജ്ജ് മക്കയും മദീനയും കണ്ടല്ലോ എന്ന ലാഘവത്തോടുകൂടെ ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. തന്റെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവര് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചതിലൂടെയാണ് നമുക്ക് ഇസ്ലാമിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. صلاة والسلام عليك يا سيدنا يا رسول الله. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, പഠിതാക്കളെ, ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അർബഈൻ, ഇതിന്റെ രണ്ടാമത്തെ ഹദീസ്, അത് പകുതിയോളം നമ്മൾ പറഞ്ഞെത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അവിടുത്തെ രണ്ട് മുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരുന്ന് വളരെ അദബോടുകൂടെ ഇരുന്നതിന്റെ ശേഷം ക്വസ്റ്റ്യനാണ് നടക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞപ്പോൾ സദസ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, സ്വദഖത, വളരെ കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് ശരിവെക്കുകയായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഅജ്ബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി കേട്ടപ്പോൾ അതിനെ ശരിയാണ്, കറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ആ ചോദ്യവും മറുപടിയും കഴിഞ്ഞതിന്റെ ശേഷം ഖാല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഇനി നിങ്ങൾ എനിക്ക് ഈമാനെ കുറിച്ച് പറഞ്ഞു തരൂ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വ മലായികതിഹി, അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ടും വിശ്വസിക്കുക, വ കുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും, വ റസുലിഹി, അല്ലാഹുവിന്റെ ദൂതന്മാരെ കൊണ്ടും, വൽ യൗമിൽ ആഖിർ, അവസാന നാളുകൊണ്ടും, വ തുഅ്മിന, എല്ലാം വിശ്വസിക്കുക, വ തുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, ഖൈറും ശർറുമായ അല്ലാഹുവിന്റെ ഖദർ ഖദാഇൽ വിശ്വസിക്കുക. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ സ്വദഖത. അപ്പൊ ഈമാൻ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. എന്താണ് ഈമാൻ? ഭാഷാപരമായി ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖ് എന്നാണ്. അതായത് നമ്മൾ വിശ്വസിക്കുക, അംഗീകരിക്കുക എന്ന് മലയാളത്തിൽ പറയാം. വൽ ജസ്മു ഫിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിലുള്ള ഉറച്ച തീരുമാനം. അതാണ് ഭാഷാപരമായി
ഈമാന് എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിൽ നമ്മൾ അള്ളാഹുവിനെ ഇലാഹാണെന്ന് അംഗീകരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. ഇതിനാണ് ഈമാൻ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യം നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം. ഈമാന്, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു വൽ ജസ്മു ഫിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും മനസ്സുകൊണ്ട് പൂർണ്ണമായി ആ വിഷയത്തെ അംഗീകരിക്കുകയും ചെയ്യുക. ഇതാണ് വിശ്വസിക്കുക, വാസ്തവമാക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ദീനില് ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ പറയപ്പെട്ട കാര്യങ്ങളെയെല്ലാം വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങൾ 6 എന്ന് നമ്മൾ സാധാരണ, അങ്ങനെ ഹദീസിലുണ്ട്. നമ്മൾ സാധാരണ ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6 ചെല്ലാറില്ലേ? ആ കാര്യം നമ്മൾ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, അംഗീകരിക്കുക. അപ്പോഴാണ് ഈമാനാകുന്നത്, അപ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. ഈ ഹദീസിൽ ആദ്യം പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖുൽ ജാസിം, നമ്മൾ നല്ല ദൃഢതയുള്ള, ഉറപ്പുള്ള, ചാഞ്ചാട്ടമില്ലാത്ത വിശ്വാസം. അള്ളാഹു, ഖാലിഖായ അള്ളാഹു ഉണ്ട്. അവൻ ഉണ്ടെന്ന് മാത്രമല്ല, അവൻ ഏകനാണ്. ഇങ്ങനെ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹു ഏകനാണെന്നും വിശ്വസിക്കുക. ഇതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ലക്ഷ്യം ഹദീസ് വിശദീകരിക്കലാണ്. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് മലക്കുകളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദരണീയരായ ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. അവർ അള്ളാഹു കൽപ്പിച്ചതിനെതിരെ ഒന്നും ചെയ്യില്ല. കൽപ്പിച്ചാൽ ഉടനെ അത് അവർ ചെയ്യും. അവരെ അള്ളാഹു തആല പ്രകാശത്താലാണ് പടച്ചിരിക്കുന്നത്. അവർ ഭക്ഷണം കഴിക്കാറില്ല. അവര് ആണെന്നോ പെണ്ണെന്നോ അവര് വിശേഷിതരല്ല. അതുപോലെ അവർക്ക് സന്താനം ജനിക്കാറില്ല. വളരെ പ്രധാനമായ ഒന്ന്, ആകാശം മുഴുവൻ മലക്കുകളുടെ ആരാധന കൊണ്ട് ധന്യമാണ്. അത്രയും മലക്കുകളുണ്ട്. വലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്, അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല. ഇങ്ങനെ മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതുപോലെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന് കിട്ടിയ തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാമിന് കിട്ടിയ സബൂർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ഇഞ്ചീല്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, അതുപോലെ 100 ഏടുകൾ, ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മൾ ആര് അതിനെ ഇളക്കാൻ വന്നാലും ഇളക്കം തട്ടാത്ത വിധത്തിൽ അതിനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ അവൻ കിതാബുകളിൽ വിശ്വാസമുള്ളവനായി. പിന്നെയോ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 1,24,000 വരുന്ന 4000 അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കന്മാർ അള്ളാഹുവിനുണ്ട്. അതിൽ നിന്ന് അള്ളാഹു തആല തെരഞ്ഞെടുത്ത 300 ചില്ലാനം വരുന്ന മുർസലീങ്ങൾ, അതിലെല്ലാവരുടെയും പേര് നമുക്കറിയില്ല. എന്നാലും അപ്പോ ആ നബിമാരെ കൊണ്ട് അങ്ങനെ അള്ളാഹുവിന് പ്രവാചകന്മാരുണ്ട്. സൃഷ്ടികളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ആ വിഭാഗം, അവരിൽ പലർക്കും കിതാബ് നൽകപ്പെട്ടു, പലർക്കും ഏടുകൾ നൽകപ്പെട്ടു. അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന അംബിയാ മുർസലീങ്ങൾ, അവരെ നമ്മൾ വിശ്വസിക്കുക. ആ അംബിയാക്കന്മാർ മാസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. ഇങ്ങനെ ഒരു ചെറിയ വിധത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അവരെ പറ്റി നമ്മൾ പഠിച്ചതും അറിഞ്ഞതും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുമ്പോഴാണ് തസ്ദീഖാകുന്നത്. എന്നിട്ട് അതുപോലെ അന്ത്യനാൾ കൊണ്ട്, ഇനിയൊരു അന്ത്യനാൾ വരാനുണ്ടെന്നും ഈ ലോകം മുഴുവൻ അല്ലാത്തതെല്ലാം, ലോകം എന്ന് പറഞ്ഞാൽ അല്ലാത്തത്, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, മാത്രം അവശേഷിക്കുന്ന ഒരു നാൾ ഇവിടെ വരാനുണ്ട്. അതിനുശേഷം എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല ഖബറുകളിൽ നിന്ന് അല്ലാഹു തആല പുനർജനിപ്പിക്കും. അവരെ വിചാരണ ചെയ്യും. അവർക്ക് ഖൈർ ചെയ്താൽ ഖൈറും, ശർറാണെങ്കിൽ ശർറും അവൻ പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുക.
ചുരുക്കി പറയാണ്, ആ വിശ്വാസത്തിന്റെ ചെറിയൊരു രൂപം നമ്മളുടെ കൽബിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ നടക്കുന്ന ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും, ജനനവും മരണവും ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം, അവന്റെ തഖ്ദീർ പ്രകാരം മാത്രമാണെന്ന് വിശ്വസിക്കുക. ഇതാണ് ഇതാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഖദർ ഖദായിലുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്തുൻ നിസാ മറിച്ചാൽ 136-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. സദഖല്ലാഹു മൗലാനൽ അദീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ ആമിനൂ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, റസൂലുകളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബ് കൊണ്ട് വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയതും മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ഇറക്കിയതും എല്ലാം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് പറയാണ്, അതാണ് വളരെ ഗൗരവമുള്ളത്, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ. ഈ ഈമാൻ കാര്യങ്ങളെ തൊട്ട് ആരെങ്കിലും അത് വിശ്വസിച്ചില്ല എങ്കിൽ ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വളരെ പഴച്ചു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ശക്തിപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈമാൻ കാര്യം, അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ദൃഢമാക്കി ഉറപ്പിച്ച്, ആണി ഇട്ട് ഉറപ്പിച്ച്, ഒരു ഇളക്കം തട്ടാത്ത വിധത്തിൽ, അതില് ഒരു സന്ദേഹവും വരാത്ത വിധത്തിൽ അത് ഉറപ്പിക്കുന്നതാണ് ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എനിക്ക് ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരണം നബിയെ. ഇഹ്സാൻ. അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്സാൻ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഖാല അൻ തഅബുദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. കഅന്നക തറാ, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ആരാധിക്കുക. ഫഇൻ ലം തകുൻ തറാ, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിൽ ഫഇന്നഹു യറാക്, അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹു തആലയെ കാണുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. ഇതാണ് ഇഹ്സാൻ എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടി. നിങ്ങൾ നോക്കൂ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ഇഖ്ലാസാണ്. അൽ ഇഖ്ലാസ് വൽ ഇത്ഖാൻ, അതായത് അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഇഖ്ലാസ് കാണിക്കുക, ആത്മാർത്ഥത കാണിക്കുക, നിഷ്കളങ്കത പുലർത്തുക. അതായത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അല്ലാഹു എന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക. അങ്ങനെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ അദ്കിയ, ഹിദായത്തുൽ അദ്കിയ ഫി ത്വരീഖിൽ ഔലിയ എന്ന കിതാബിൽ പറഞ്ഞു, അഖ്ലിസ്, നിഷ്കളങ്കത പുലർത്തുക, ആത്മാർത്ഥത കാണിക്കുക. വദാ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ തുരീദ ബിത്വാഅത്തി, ഒരു ആരാധന കൊണ്ടും നീ ലക്ഷ്യം വെക്കാതിരിക്കലാണ്. ഇല്ല തഖർറുബ മിൻ ഇലാഹിക്, അല്ലാഹുവിലേക്ക് അടുക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകാതിരിക്കുക. നമ്മുടെ സംരക്ഷകനാകുന്ന അല്ലാഹുവിലേക്ക് അടുക്കുക എന്നതല്ലാതെ വേറെ ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാതിരിക്കുക. ഇതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഈ ഇഖ്ലാസ് ആണ് ഇഹ്സാൻ. അങ്ങനെ ഇഖ്ലാസ് പുലർത്തുക, മഅ തമാമിൽ ഇത്ഖാൻ, നല്ല ഉറപ്പോടുകൂടെ. എങ്ങനെ ഉറപ്പിക്കേണ്ടത്? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമുക്കിപ്പോ ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് ഒരു ബേജാറുണ്ടോ? എന്ന പോലെ വലിയ വലിയ മഹാന്മാരെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടോ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നമ്മളെ ബേജാറ് പറയേണ്ടതില്ല, നമ്മളെ പേടിയും ബേജാറും വെപ്രാളവും ആലോചനയും പറയേണ്ടതില്ല. എന്നാൽ ഇതെല്ലാം സൃഷ്ടികളാണ്.
സൃഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ നിൽക്കുക. അതാണ് ഇത്ഖാൻ. ആ ഒരു അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഉറപ്പിച്ചുകൊണ്ട് ആ ഇത്ഖാൻ, പരിപൂർണമായ ഇത്ഖാനോടുകൂടെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുക. അതാണ്, അങ്ങനെ ജീവിക്കുക. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് ദുആ ചെയ്യാലോ. ഇനി അങ്ങനെ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ, അള്ളാഹിനെ അങ്ങോട്ട് കാണുന്നത് പോലെ ചെയ്യില്ലെങ്കിൽ, മിനിമം അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് കാണുന്ന ഷാഹിദാണ് എന്നെങ്കിലും ആ ഒരു ചെറിയ രൂപമെങ്കിലും നമുക്ക് വേണം. അങ്ങോട്ട് കാണുന്നു എന്ന് നമ്മൾ വെറുതെ സങ്കല്പിച്ചാൽ പോരാ. അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് കാണുമ്പോഴുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുക. അതിന് കഴിയില്ലെങ്കിൽ എല്ലാം അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടെയെങ്കിലും നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഇഹ്സാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു, ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പൊ മറുപടി, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇത് പറഞ്ഞപ്പോ ഖാല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഅഖ്ബിർനി അനിസ് സഅ, ഖിയാമത്ത് നാളിനെ കുറിച്ച് എനിക്ക് വിവരിച്ചു തരണം നബിയേ, എനിക്ക് അറിയിച്ചു തരണം. ഖാല, ആ സമയത്ത് മഹാനരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മൽ മസ്ഊലു അൻഹ, ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ഞാനല്ല, ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കുന്ന ആളേക്കാൾ, ചോദിക്കുന്നത് ഇവിടെ ജിബ്രീലാണ്, ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ കൂടുതൽ അറിയുന്ന ആളല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അതിന്റെ സമയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അങ്ങനെയാണ്. ആ ഖിയാമത്ത് നാളിനെ കുറിച്ച്, ആ സമയം, അതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ആളേക്കാൾ, ചോദിക്കപ്പെടുന്ന ആള് കൂടുതൽ അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, എന്നാ പിന്നെ ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, അമാറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അലാമത്ത്, അതിന്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്കൊന്ന് വിവരിച്ചു തരൂ. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമായി അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ ആ അടിമ സ്ത്രീയുടെ യജമാനത്തിയെ പ്രസവിക്കലാണ്. അതുപോലെ വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, വഅൻ തറ, നിങ്ങൾ കാണലുമാണ്, നിങ്ങൾക്ക് കാണാം, അൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാത്ത, അൽ ഉറാത്ത, അതുപോലെ വിവസ്ത്രരായ, അതുപോലെ അൽ ആല റിആ അശ്ശാ, ഈ പരമദരിദ്രന്മാരായ ആളുകൾ, ആടിനെ മേച്ച് നടന്നിരുന്ന ആളുകൾ, യതതാവലൂന ഫിൽ ബുനിയാൻ, അവര് വലിയ വലിയ എടുപ്പുകൾ അവരുണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാനത് വായിച്ച ആദ്യം പൂർത്തീകരിക്കണം. സുമ്മൻതലഖ, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. ഫലബിസ്തു മലിയ, പിന്നെ ഒരുപാട് ഞാൻ താമസിച്ചു. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. സുമ്മഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഉമറു, ഓ പ്രിയപ്പെട്ട ഉമറേ, അതദ്രി മനിസൈൽ, ആ ചോദ്യകർത്താവ് ആരാന്ന് നിങ്ങൾക്കറിയാവോ? ഖുൽതു, ഞാൻ മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. അതിൽ നമ്മൾ മനസ്സിലാക്കണം, സ്വഹാബികൾ അങ്ങനെ മറുപടി പറയും. നമ്മൾ സാധാരണ അല്ലാഹു അലം എന്ന് പറയും. മഹാന്മാരായ സ്വഹാബികളുടെ സാധാരണയുള്ള പ്രയോഗം അല്ലാഹു റസൂലുഹു അലം, അത് അല്ലാഹു റസൂലിനെ അറിയാം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, അത് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീലാണ്. അതാകും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. യുഅല്ലിമുക്കും ദീനക്കും, അദ്ദേഹം നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് വന്ന ആളാണ്, ദീന് പഠിപ്പിക്കാൻ വേണ്ടിയാ വന്നത്. അപ്പൊ ഇതാണ് ദീൻ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇതെല്ലാം അടങ്ങിയതാണ് ദീൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരണങ്ങൾ പറയാം.
ഈ ഹദീസ് വായിച്ചപ്പോൾ ഇതിൽ സാധാരണ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില പദങ്ങളുണ്ട്. അൽ ഹുഫാസ്, അൽ ഉറാസ്, അൽ ആല. എന്താണ് അതിന്റെ അർത്ഥം? ഹാഫിൻ എന്നതിന്റെ ബഹുവചനമാണ് ഹുഫാത്ത്. നമ്മൾ ഖാദിയുടെ ബഹുവചനമായി ഖുലാത്ത്, റാമി, റുമാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഹാഫി എന്നതിന്റെ ബഹുവചനമാണ് ഹുഫാത്ത്. ആരാണ് ഹാഫി? മല്ല നഅല ഫി റിജ്ലിഹി, രണ്ട് കാലിലും ചെരുപ്പില്ലാത്ത ആളാണ്. അതായത് ചെരുപ്പ് ധരിക്കാൻ വകുപ്പില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ആൾക്കാണ് ഹാഫി എന്ന് പറയാം. പാദരക്ഷ ധരിക്കാത്ത ആൾ. എന്നാൽ ഉറാത്ത് എന്ന് പറയുന്നത് ആരിൻ എന്നതിന്റെ ജമ്മാണ്. ഖാദിൻ എന്നതിന്റെ ജമ്മ ഖുലാത്ത് ആയതുപോലെ ആരിൻ എന്നതിന്റെ ബഹുവചനമാണ് ഉറാത്ത്. ഉറാത്ത് ആരി എന്ന് പറഞ്ഞാൽ വഹുവ മൻ ലാ സിയാബ അലാ ജസദി, ശരീരത്തിൽ വസ്ത്രം ധരിക്കാത്ത ആള്, വിവസ്ത്രൻ. അൽ ആല, ആല എന്ന് പറഞ്ഞാൽ ആയിലുൻ എന്നതിന്റെ ജമ്മാണ്, ബഹുവചനമാണ്. വഹുവൽ ഫഖീർ, ദരിദ്രൻ. ഫഖീർ മിസ്കിന് നമ്മൾ പറയാറുണ്ട്. അതിൽ പരമദരിദ്രനാണ് ഫഖീർ. അയാൾക്ക് ഫഖീർ മിസ്കിനും ചെറിയ മാറ്റമുണ്ട്. ഫഖീർ എന്ന് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഫഖീർ മിസ്കിനോട് ഉദ്ദേശിച്ചിട്ടായിരിക്കും. മിസ്കിൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഉദ്ദേശിച്ചിട്ടായിരിക്കും. അങ്ങനെ വരും. നമ്മൾ ചിലപ്പോ രാവും പകലും ഉദ്ദേശിച്ചിട്ട് യൗമ് എന്ന് പറയും ഒരു ദിവസം. എന്നാൽ രാവും പകലും യൗമുമ്പ ലൈല എന്ന് പറയുമ്പോൾ അവിടെ യൗമ കൊണ്ടുള്ള ഉദ്ദേശം പകലാണ്. ലൈല എന്ന് പറഞ്ഞാൽ രാത്രി. അത് ഒറ്റക്ക് പറയുമ്പോൾ യൗമ എന്ന് ഉദ്ദേശിച്ചാൽ രണ്ടും കൂടി ഉദ്ദേശിക്കും. അതായത് യൗമാണ് ഒരു ദിവസം. പിന്നെ പറഞ്ഞു എന്ന് മാത്രം. ഫഖീർ എന്ന് പറയുന്നത് ശരിക്ക് നമ്മളെ സക്കാത്തിന്റെ അവകാശികളുണ്ടല്ലോ, ഫഖീർ മിസ്കിൻ. അയാൾക്ക് ഒരു 100 രൂപ വേണ്ടടുത്ത് ഒരു 50 ഉറുപ്പ്യ പോലും ഇല്ല. നേരെ മറിച്ച് മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ എന്ന് പറയുന്നത് അയാൾക്ക് 100 റുപ്യ വേണ്ടി കൊടുത്ത് ഒരു 80-90 റുപ്യ ഒക്കെ ഏകദേശമൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഒരു പീടികയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പിന്നെ 100 റുപ്യ ബില്ലായാൽ ഇൻഷാ അല്ലാഹ് ഒരു 10 റുപ്യ 90 റുപ്യ ഉള്ളൂ, 10 റുപ്യ പിന്നെ തരാൻ ആ കടക്കാരൻ കേൾക്കും. അതിനൊക്കെ ഒരു പാകതയുള്ള ആളാണ് മിസ്കീൻ എന്ന് പറയുന്നത്. എന്നാൽ ഫക്കീർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത് 50 റുപ്യ പോലും ഇല്ലാത്ത ഒരാളോട് ഞാൻ ബാക്കി പിന്നെ തരാൻ അത് പ്രയാസമുണ്ടോ? അപ്പൊ ഇതാണ് ഫക്കീർ മിസ്കിൻ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഫക്കീറാണ്. ആലത്ത് എന്ന് പറഞ്ഞാൽ ഫക്കീറുമാർ. അപ്പൊ പരമദരിദ്രന്മാരായ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അല്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രമില്ലാത്ത, ധരിക്കാൻ ചെരുപ്പില്ലാത്ത ആളുകൾ, അവരാണ് ഹുഫാത്ത്, ഉറാത്ത്, ഉലാത്ത്. പിന്നെ ഷാ എന്ന് പറയുന്നത് അവിടെ 2 വേർഡുണ്ട്. ഒന്ന് റിയാ. ഈ റിയാ എന്ന് പറഞ്ഞാൽ റായിൻ എന്നതിന്റെ ജമ്മാണ്, ബഹുവചനം. അതായത് നമ്മള് ഇടയൻ, ആട്ടിടയൻ എന്നൊക്കെ പറയും. അൽ ഹാഫിൽ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ ആടിനെ നോക്കുന്ന ആൾ, സംരക്ഷിക്കുന്ന ആളാണ്. അതിന്റെ ബഹുവചനം റിയാ എന്നാണ്. റുആത്ത് എന്നും ഉണ്ട്. ഷാ എന്ന് പറഞ്ഞാൽ ഈ പദങ്ങൾ കൂടെ, അതായത് ഈ ഹദീസുകൾ എഴുതി പഠിക്കുന്ന, ശരിക്ക് അർത്ഥം വെച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ആവശ്യമാണ്. നമ്മൾ വെറും ചരിത്രം കേൾക്കലല്ലോ, ഈ ഹദീസ് പഠിക്കൽ കൂടെ അതിന്റെ അർത്ഥവും പഠിക്കൽ നമുക്ക് ലക്ഷ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ജംഉ ഷാത്ത്, ഷാ എന്ന് പറയുന്നത് ബഹുവചനമാണ്, ഏകവചനമാണ്. എന്തിന്? ഷാത്ത് എന്നതിന്റെ, ഷാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആട്. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ളതൊക്കെ ഷാത്താണെന്ന് ഉസ്താദ്മാർ പറയുന്നത്, കോലാട്. അപ്പോ ഷാ അത് ഷാത്ത് എന്നതിന്റെ ബഹുവചനമാണ്. അപ്പോ റിആഉ ഷാ എന്ന് പറഞ്ഞാൽ റുആത്തു ഷാ, അതായത് ആടുകളെ മേച്ച് നടന്നിരുന്ന ആളുകൾ, ആടുകളെ അങ്ങനെ നോക്കിയാണ് നടന്നിരുന്ന ആളുകൾ. യതത്വാവലൂന ഫിൽ ബുനിയാൻ, എടുപ്പുകളിൽ, അതായത് യബ്നൂന അൽ അബ്നിയ അൽ ആലിയ തഫാഖുറൻ വരിയാൻ, പൊങ്ങച്ചത്തിന് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമ്പരച്ചുംബികളായ വലിയ വലിയ ബിൽഡിങ്ങുകൾ, നിർമ്മിതികൾ ഉണ്ടാക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് നമുക്ക് കണ്ണിൽ കാണാവുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഫലബിസ്തു മലിയൻ, അതായത് ഇന്തദർതു, ഞാൻ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു, വഖ്തൻ ത്വവീലൻ, ദീർഘമായ സമയം. അപ്പൊ ഞാൻ പിന്നെ കുറെ കാത്തുനിന്നു. എന്താ ഈ പറഞ്ഞത്? ഐ ഗിബ്തു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാസ ലയാൽ, പിന്നെ 3 ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. അങ്ങനെ വേറെ റിപ്പോർട്ടിലുണ്ട് സുമ്മ ലഖൈതു, പിന്നെ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടി. അപ്പോ പിന്നെ 1, 2, 3 ദിവസം, ആ ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള ഈ സംഭാഷണം ഇവിടെ നടക്കുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചോദ്യകർത്താവായി വരികയാണ്. അറിവ് ചോദിക്കുന്നത് ഒന്നുകിൽ ഈ ചോദിക്കുന്ന ആളുടെ ഭൗതികമോ ആത്മീയമായ ദുന്യവിയോ ഉഖ്റവിയായോ കാര്യത്തിനു വേണ്ടിയായിരിക്കും. അങ്ങനെ ആയിരിക്കണം ചോദിക്കേണ്ടത്. നമുക്ക് ഒരു ഉപകാരമില്ലാത്ത കാര്യം ചോദിക്കരുത്. വെറുതെ ലാ തസ്അലു അൻ അശ്യാ, ഖുർആൻ പറഞ്ഞില്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വെറുതെ, അല്ലെങ്കിൽ മറ്റൊരാളെ ഉത്തരം മുട്ടിക്കാൻ, വേറൊരാളെ കളിയാക്കാൻ, ഒരാളെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കാൻ പാടില്ല. അപ്പോ ചിലപ്പോ നമ്മൾ ചോദിക്കുന്നത് സദസ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനത് പറഞ്ഞല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, അതാക്കും ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കൽ വന്നു. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് യുഅല്ലിമുക്കും ദീനക്കും, അത് നിങ്ങളുടെ ദീന്, ഈ പരിശുദ്ധമായ മതം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. അതിനു പുറമെ ഇവിടെ ശരിക്ക് ഒരു ഇന്റർവ്യൂ പോലെ ചോദ്യോത്തര ശൈലിയിലാണ് ഇവിടെ ഈ അധ്യാപകൻ ശിഷ്യനോട് ചോദിക്കുക, ശിഷ്യൻ അധ്യാപകനോട് ചോദിക്കുക എന്ന ഈ ഒരു രീതി, അത് യഥാർത്ഥത്തിൽ മിനൽ അസാലീബി തർബവിയ്യ അന്നാജിഹ ഖദീമൻ വഹദീസൻ, അന്നും എന്നും എക്കാലത്തും വിജയകരമായ ഒരു അധ്യാപന രീതിയുടെ, അല്ലെങ്കിൽ ആളുകളെ തർബിയത്ത് ചെയ്യുന്നതിന്റെ ഒരു പഠന രീതിയുടെ ഏറ്റവും നല്ല ഒരു ശൈലിയാണ് അത്. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലിൽ തന്നെ പലവട്ടം ഇതുപോലെ ചോദ്യവും ഉത്തരവൊക്കെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് അങ്ങോട്ട് ചോദിച്ചത് കാണാൻ കഴിയും. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചത് കാണാൻ കഴിയും. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിച്ചത് ധാരാളം കാണാൻ കഴിയും. അപ്പൊ ഈ ചോദ്യോത്തര പങ്ക്തി, ചോദ്യോത്തര ശൈലി എന്ന് പറയുന്നത് അത് വളരെ നല്ല ഒരു ശൈലിയാണ്. മാത്രമല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് തന്നെ എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പഠിതാക്കളുടെ മുമ്പിൽ, സ്വഹാബികളുടെ മുമ്പിൽ സ്വീകരിക്കേണ്ട ഏറ്റവും ഉജ്ജ്വലമായ നല്ല ഒരു ശൈലിയാണ് മഹാനവറുകൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമത്ത് നാളിന്റെ ഡേറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ചത് നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ആളല്ല. നിങ്ങളെക്കാൾ ആ വിഷയത്തിൽ എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. കാരണം അതൊരു ഡേറ്റ് ആണ്. ഡേറ്റ് ഇപ്പൊ ജനുവരി 1 അല്ലെങ്കിൽ ഫെബ്രുവരി 2 അതിൽ പിന്നെ കൂടുതൽ അറിയേണ്ടുന്ന ഒരു സംഗതി ഇല്ല. അതാ 2 തന്നെ. ഇപ്പൊ അതിൽ ഒരാൾക്ക് ഫെബ്രുവരി 2 അറിയാം, മറ്റേ ആൾക്കും അറിയാം. അതിലൊരു കൂടുതൽ എന്ന് പറയുന്ന ഒരു സംഗതി അതിലില്ല. 1. 2, അത് സദസ്സിൽ പറയേണ്ടുന്ന വിഷയമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم, ലൗഹിലും ഖലമിലുമുള്ള ഇൽമ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. ആ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലൗഹിലുള്ളതും ഖലമിലുള്ളതും അതിനപ്പുറത്തുള്ളതും എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രയോഗിച്ചത് എനിക്കറിയില്ല എന്നല്ല,
ചോദ്യകർത്താവാകുന്ന നിങ്ങളെക്കാൾ ആ ഒരു ഡേറ്റിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അതിനും പുറമെ ഒരു സദസ്സിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സദസ്യർക്ക് ആവശ്യമുള്ളതാണ് കൂടുതൽ, ആ സദസ്യർക്ക് ആവശ്യമുള്ളത് അവർ ഉൾക്കൊള്ളാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഖൈറുള്ളതേ പറയാവൂ എന്ന് ഈ ഹദീസിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഒരു സ്വഹാബി വന്നിട്ട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, മതസ്സഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, മാ അഅദത ലഹ, അതിനിപ്പോ എന്താ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത്, എന്താണ് നിങ്ങൾ അതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചോദിച്ചപ്പോഴും എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം അതുപോലെ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചതാണ്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചോദ്യകർത്താവാകുന്ന നിങ്ങളെക്കാൾ എനിക്കത് കൂടുതൽ അറിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോഴാണ് അതിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചത്. ആ അടയാളം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അൻ തലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ അവളുടെ യജമാനത്തെ പ്രസവിക്കലാണ് എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥം. ഈ വാക്കിന് മഹാന്മാർ പല വ്യാഖ്യാനങ്ങളും അതിന് നൽകിയിട്ടുണ്ട്. ഒന്ന്, കാലം മോശമാവുക എന്ന് തന്നെയാണ്. കാലമൊക്കെ മോശമാവുക, എത്രത്തോളം മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കൾ അധികരിക്കുക, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ അധികരിക്കുക. എന്നിട്ട് ഒരു യജമാനൻ തന്റെ അടിമയോട് പെരുമാറുന്ന വിധത്തിലായിരിക്കും മക്കൾ മാതാപിതാക്കളോട് പെരുമാറുക. നിങ്ങൾ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ കുട്ടിനെ പ്രസവിച്ചത് ഉമ്മയാണ്. എന്നിട്ട് ഈ ഉമ്മാനോടുള്ള അവന്റെ പെരുമാറ്റം കണ്ടാൽ ഈ ഉമ്മ ഇവന്റെ അടിമയാണോ എന്ന് തോന്നിപ്പോകും. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഉമ്മാനെ കൊന്നതും അടക്കമുള്ള ധാരാളം സംഭവങ്ങൾ കേട്ട് അനുഭവിച്ച് നമ്മുടെ കൺമുമ്പിൽ പരിചയമുള്ള ധാരാളം സംഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ച് അവരെ ചീത്ത വിളിച്ച് ഒരു അടിമയോട് ഉടമ പെരുമാറുന്നത് പോലെയുള്ള ഈ ഒരു സ്വഭാവം, അത് അത്രയും കാലം മോശമായി എന്ന് തെളിയിക്കുന്നുണ്ട്. ഇതാണ് അൻതലിദല്ലമതു റബ്ബതഹാ, അടിമ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അതാണ്. ഇനി മറ്റൊരർത്ഥം കാര്യങ്ങളൊക്കെ തലതിരിയുക എന്നാണ്. കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരിക. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ ഇടയിൽ നമ്മൾ ദൈനംദിനം കൊണ്ട് കാണുന്നുണ്ട്. താഴെ കടയിലുള്ള ആളുകൾ അവര് എത്രയോ മേലെ കടയിൽ എത്തിപ്പോയി. അതുപോലെ യോഗ്യന്മാരായ ആളുകൾ അസ്ഥാനത്തും യോഗ്യതയില്ലാത്ത ആളുകൾ സ്ഥാനത്തും വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മുമ്പൊന്നും ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് ആ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ധാരാളം കാശ് അധികരിക്കുന്ന ഒരു കാലം. എന്നിട്ട് ധൂർത്തും ദുർവ്യയവും ധാരാളമായി കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ഒന്നിനും കുറവില്ല. പഴയ കാലത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ നാടൻ ഉദാഹരണം പറഞ്ഞാൽ, പഴയ കാലത്ത് എല്ലാവരും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിവിധങ്ങളായ സ്ഥലത്ത് കൊണ്ടുപോയി അവർ മറക്കിയിരുന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ പല പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു സ്ഥലത്ത് വിസർജിക്കുന്ന ഒരു അവസ്ഥ. കാര്യം തലതിരിഞ്ഞു പോയി. പഴയ കാലത്തൊക്കെ നമ്മുടെ മക്കൾ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടും. നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പൊ കുട്ടികളൊക്കെ അകത്തേക്ക് വരികയാണ്. ഇങ്ങനെ, കാരണം ലോകം മുഴുവൻ അവന്റെ കൈവെള്ളയിലുണ്ട്. ഇങ്ങനെ നമ്മൾ ഏത് മേഖല പരിശോധിച്ചു നോക്കിയാലും കാര്യങ്ങളൊക്കെ കീക്കാൻ തൂക്കാകുക എന്നാണ് പഴയ അതിനൊരു പ്രയോഗം, മലയാളം. അങ്ങനെ ആയി വരും. ഇതൊക്കെ അങ്ങനെ ആവൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ മഹാന്മാർ പലരും പല വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഈ വാക്കിനെ മഹാന്മാർ പല വ്യാഖ്യാനങ്ങളും അതിന് നൽകിയിട്ടുണ്ട്. ഒന്ന്,
കാലം മോശമാവുക എന്ന് തന്നെയാണ്. കാലമൊക്കെ മോശമാവുക. എത്രത്തോളം മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കൾ അധികരിക്കുക, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ അധികരിക്കുക. എന്നിട്ട് ഒരു യജമാനൻ തന്റെ അടിമയോട് പെരുമാറുന്ന വിധത്തിലായിരിക്കും മക്കൾ മാതാപിതാക്കളോട് പെരുമാറുക. നിങ്ങൾ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ കുട്ടിനെ പ്രസവിച്ചത് ഇമ്മയാണ്. എന്നിട്ട് ഈ ഉമ്മാനോടുള്ള അവന്റെ പെരുമാറ്റം കണ്ടാൽ ഈ ഉമ്മ ഇവന്റെ അടിമയാണോ എന്ന് തോന്നിപ്പോകും. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഉമ്മാനെ കൊന്നതും അടക്കമുള്ള ധാരാളം സംഭവങ്ങൾ കേട്ട് അനുഭവിച്ച് നമ്മുടെ കൺമുമ്പിൽ പരിചയമുള്ള ധാരാളം സംഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ച് അവരെ ചീത്ത വിളിച്ച് ഒരു അടിമയോട് ഉടമ പെരുമാറുന്നത് പോലെയുള്ള ഈ ഒരു സ്വഭാവം, അത് അത്രയും കാലം മോശമായി എന്ന് തെളിയിക്കുന്നു. ഇതാണ് അടിമ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അതാണ്. ഇനി മറ്റൊരർത്ഥം കാര്യങ്ങളൊക്കെ തലതിരിയുക എന്നാണ്. കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരിക. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ ഇടയിൽ നമ്മൾ ദൈനംദിനം കൊണ്ട് കാണുന്നുണ്ട്. താഴെ കടയിലുള്ള ആളുകൾ അവര് എത്രയോ മേലെ കടയിൽ എത്തിപ്പോയി. അതുപോലെ യോഗ്യന്മാരായ ആളുകൾ അസ്ഥാനത്തും യോഗ്യതയില്ലാത്ത ആളുകൾ സ്ഥാനത്തും വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മുമ്പൊന്നും ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് ആ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ധാരാളം കാശ് അധികരിക്കുന്ന ഒരു കാലം. എന്നിട്ട് ധൂർത്തും ദുർവ്യയവും ധാരാളമായി കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ഒന്നിനും കുറവില്ല. പഴയ കാലത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ നാടൻ ഉദാഹരണം പറഞ്ഞാൽ, പഴയ കാലത്ത് എല്ലാവരും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിവിധങ്ങളായ സ്ഥലത്ത് കൊണ്ടുപോയി അവർ മറക്കിരുന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ പല പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു സ്ഥലത്ത് വിസർജിക്കുന്ന ഒരു അവസ്ഥ. കാര്യം തലതിരിഞ്ഞു പോയി. പഴയ കാലത്തൊക്കെ നമ്മളെ മക്കൾ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടും. നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പൊ കുട്ടികളൊക്കെ അകത്തേക്ക് വരികയാണ്. ഇങ്ങനെ കാരണം ലോകം മുഴുവൻ അവന്റെ കൈവെള്ളയിലുണ്ട്. ഇങ്ങനെ നമ്മൾ ഏത് മേഖല പരിശോധിച്ചു നോക്കിയാലും കാര്യങ്ങളൊക്കെ കീക്കാൻ തൂക്കാകുക എന്നാണ് പഴയ അതിനൊരു പ്രയോഗം, മലയാളം. അങ്ങനെ ആയി വരും. ഇതൊക്കെ അങ്ങനെ ആവൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ മഹാന്മാർ പലരും പല വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഹദീസിനെ ചെറിയ വിധത്തിൽ നമ്മളൊന്ന് വിവരിച്ചതാണ്. ഇനിയും വിശദാംശങ്ങളിലേക്ക് കടന്നാൽ നമ്മുടെ ക്ലാസ് വളരെ ദീർഘിച്ചു പോകും. അത് നിങ്ങൾക്കൊക്കെ എഴുതാനും എഴുതി വെക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി സംശയമുള്ളവർക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രം വിശദീകരിക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഹദീസിന്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഈ അവസാനം പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. ഏതായാലും ആ അവസാന കാലത്ത് ഒഴുക്കുവെള്ളത്തിൽ വരുന്ന ഒലിപ്പ് ചെണ്ടികളെ പോലെ ഒരു നിലപാടില്ലാതെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, ദീനിനൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പരമ്പര മാറുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഹദീസിനെ ചെറിയ വിധത്തിൽ നമ്മളൊന്ന് വിവരിച്ചതാണ്. ഇനിയും വിശദാംശങ്ങളിലേക്ക് കടന്നാൽ നമ്മുടെ ക്ലാസ് വളരെ ദീർഘിച്ചു പോകും. അത് നിങ്ങൾക്കൊക്കെ എഴുതാനും എഴുതി വെക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി സംശയമുള്ളവർക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രം വിശദീകരിക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഹദീസിന്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഈ അവസാനം പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ
അടയാളങ്ങൾ വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. ഏതായാലും ആ അവസാന കാലത്ത് ഒഴുക്കു വെള്ളത്തിൽ വരുന്ന ഒലിപ്പ് ചെണ്ടികളെ പോലെ ഒരു നിലപാടില്ലാതെ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, ദീനിനൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പരമ്പര മാറുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.